സഭാമക്കളായ നാം ഓരോരുത്തരുടെയും കടമയാണ് ജീവൻ സംരക്ഷിക്കുക. കുടുംബജീവിതത്തിലും പൊതുസമൂഹത്തിലും രാഷ്ട്രത്തിലും മനുഷ്യജീവനെ വിലമതിക്കുന്ന സംവിധാനങ്ങൾ രൂപപ്പെടേണ്ടതായിരിക്കുന്നു. കേരള കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള പ്രോ ലൈഫ് സൊസൈറ്റി സഭയ്ക്ക് വേണ്ടി നടത്തിയ ഒരു വലിയ ശുശ്രൂഷയായിരുന്നു കേരള മാർച്ച് ഫോർ ലൈഫ്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെ 32 രൂപതകൾ സന്ദർശിച്ച് ആയിരക്കണക്കിന് ജനങ്ങളോട് ജീവന്റെ സംരക്ഷണത്തിൻ്റെ മൂല്യം പങ്കുവച്ച് കേരള പ്രോ ലൈഫ് സമിതി ഒരു വലിയ സമർപ്പണം നടത്തിയിരിക്കുന്ന അതീവ സന്തോഷവും അഭിമാനവും പകരുന്ന നിമിഷത്തിലാണ്. അതിൻ്റെ സമാപന വേദിയിൽ നിന്നുകൊണ്ട് ഈ പ്രോ ലൈഫ് സമിതിയെ KCBCയുടെ നാമത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ അടിസ്ഥാനപരമായ ശുശ്രൂഷ ദൈവം നൽകുന്ന ജീവനെ സംരക്ഷിച്ച് അത് ജീവിതമാക്കി വളർത്തി ദൈവസമക്ഷം സമർപ്പിക്കുക എന്നതാണ്. കർത്താവായ യേശു അരുളി ചെയ്തതുപോലെ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. സഭയെ ഈ വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുമ്പോൾ സഭാമക്കളായ നാം ഓരോരുത്തരുടെയും കടമയാണ് ജീവൻ സംരക്ഷിക്കുക. കുടുംബജീവിതത്തിലും പൊതുസമൂഹത്തിലും രാഷ്ട്രത്തിലും മനുഷ്യജീവനെ വിലമതിക്കുന്ന സംവിധാനങ്ങൾ രൂപപ്പെടേണ്ടതായിരിക്കുന്നു. ഏറ്റവും വിലയിടിഞ്ഞത് മനുഷ്യനാണ് എന്ന വസ്തുത നാം ഗ്രഹിക്കുമ്പോൾ തന്നെ മനുഷ്യനെ ഇല്ലാതാക്കുന്ന എല്ലാ വിരുദ്ധതകൾക്കുമാണ് വലിയ വില ഈ സമൂഹം നൽകുക. മനുഷ്യജീവനെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഗർഭസ്ഥ ശിശുക്കളെ വധിക്കുന്ന ഹീനമായ പ്രവൃത്തി, സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ, സംരക്ഷണമില്ലാത്തവരെ പരാജയപ്പെടുത്തുന്നതിലെ ആനന്ദം, ഇതെല്ലാം ജീവനെതിരായിട്ടുള്ള നിലപാടുകളാണ്. ഇവിടെയെല്ലാം പൊതുസമൂഹത്തിൽ വിജയിച്ചു കാണുക ജീവനെ ഹനിക്കുന്ന ആളുകൾ, അവരുടെ പ്രതിനിധികൾ എന്നിവരിൽ നിന്നാണ്. ജീവനെതിരായിട്ടുള്ള എല്ലാ സംരംഭങ്ങളെയും തടയേണ്ടുന്നത് ജീവന്റെ സംരക്ഷകരും പ്രചാരകരുമായ ഓരോരുത്തരുമാണ്. സഭാമക്കളായ നമ്മെ സംബന്ധിച്ച് ജീവൻ പരിപോഷിപ്പിക്കുന്നതിന് നിയമപരമായ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ, അതിൽ പങ്കുചേരുക നമ്മുടെ കടമയാണ്. ഒട്ടേറെ മേഖലകളിൽ മനുഷ്യജീവൻ ഇന്ന് അവഹേളിക്കപ്പെടുന്നുണ്ട്, വധിക്കപ്പെടുന്നുണ്ട്, ഇല്ലാതാകുന്നുണ്ട്. ഇതെല്ലാം ഒരു 5 മിനിറ്റ് നേരത്തെ വാർത്തയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന കാര്യമായി തീരുമ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് KCBC പ്രോ ലൈഫ് സമിതി വളരെ ഉത്തരവാദിത്വ ബോധത്തിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വീണ്ടും ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിന് നടത്തിയ ഒരു വലിയ തപസ്യയാണ്, പരിശ്രമമാണ് കേരള മാർച്ച് ഫോർ ലൈഫ്. അതിന് നേതൃത്വം കൊടുത്ത KCBCയുടെ പ്രോ ലൈഫ് സമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കുചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ജീവന്റെ സംരക്ഷണത്തിനായി പോരാടാം. ഗർഭസ്ഥ ശിശുക്കൾ വധിക്കപ്പെടുന്നത് കിരാതമായ ഒരു സംസ്കാരത്തിൻ്റെ അടയാളമാണ്. ജീവൻ എടുക്കാൻ ജീവൻ ദാനമായി വാങ്ങിച്ചവൻ എന്ത് അധികാരം?
ഗൗരവബുദ്ധിയോടുകൂടി നാം കാണേണ്ടുന്ന ഈ വിഷയം വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് KCBC-യുടെ ഈ പ്രോ ലൈഫ് സമിതിയുടെ ഈ വലിയ പ്രയാണം നിമിത്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. KCBC-യുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവിധമായ അഭിനന്ദനങ്ങളും കൃതജ്ഞതയും ഞാൻ ഈ പ്രോ ലൈഫ് സമിതിക്ക് സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.